തിരുവനന്തപുരത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10,000-ങ്ങളെ അണിനിരത്തിയായിരിക്കും പ്രകടനമുണ്ടാവുക. ഒപ്പം തന്നെ 2 പട്ടികകൾ, ഒന്ന് നമ്മളുടെ അഭിമാന പദ്ധതിയായ ബഹിരാകാശ അഭിമാന പദ്ധതിയായ ഗഗൻയാന്റെ യാത്രക്കാരുടെ പട്ടിക പ്രഖ്യാപിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു. റോഷിപാൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടോ എന്നതാണ് ആദ്യം അറിയേണ്ടത്. നമ്മൾ തൃശ്ശൂരിൽ കണ്ടു, കൊച്ചിയിൽ കണ്ടു. തിരുവനന്തപുരത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു റോഡ് ഷോയ്ക്കുള്ള സാധ്യതയുണ്ടോ? അതല്ല സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെയാണോ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇന്ന് നടക്കുക തിരുവനന്തപുരത്ത്? അരുൺകുമാർ, ഇന്ന് 10 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ 1 വിമാനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരുക. ആദ്യ പരിപാടി VSSയിലാണ്. അതിനുശേഷമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 12 മണിയോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബി.ജെ.പിയുടെ പൊതുസമ്മേളനത്തിന് എത്തിച്ചേരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനമാണ്. ഏതാണ്ട് 50,000 പേർ ഈ പരിപാടിയിൽ എത്തിച്ചേരുമെന്ന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പറയുന്നു. ഏതായാലും ആദ്യഘട്ടത്തിൽ റോഡ് ഷോ ഉൾപ്പെടെ ആസൂത്രണം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഗുജറാത്തിൽ നിന്നും വാഹനം, ഈ റോഡ് ഷോയിൽ നരേന്ദ്രമോദി ഉപയോഗിക്കാനുള്ള വാഹനം ഇവിടെ എത്തിച്ചേരും. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ആ വാഹനം ഇപ്പോഴുമുണ്ട്. പക്ഷേ റോഡ് ഷോ അത് റദ്ദ് ചെയ്തു. അത് ചില സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ റോഡ് ഷോ ഒഴിവാക്കിയത്. റോഡ് ഷോ ഉണ്ടാകില്ലെന്ന് ഇന്നലെ തന്നെ ബി.ജെ.പി നേതാക്കൾ അറിയിച്ചിരുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രാഷ്ട്രീയ പരിപാടിക്ക് അപ്പുറത്തേക്ക് ഗഗൻയാൻ പദ്ധതിയുടെ അവലോകനമാണ് VSSയിൽ നടക്കുന്നത്. പ്രധാനപ്പെട്ട ചില VSSയുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നുണ്ട്. ഗഗൻയാനിൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്നവർ ആരാണെന്ന് ഇന്നറിയാൻ കഴിയും. ഏതാണ്ട് 10:45 മുതൽ 11:45 വരെ ഉള്ള ആ പരിപാടിയിലാണ് ഈ 4 യാത്രികർ, അത് ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റുമാരാണ് ഗഗൻയാനിൽ സഞ്ചരിക്കുക. അവർ ആരൊക്കെയെന്ന് ഇന്ന് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അവരെ പ്രധാനപ്പെട്ട പല പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ആ കാര്യത്തിൽ ഇന്നൊരു പ്രഖ്യാപനമുണ്ടാകും. മറ്റൊന്ന് ഈ പരിപാടിയാണ്. ഇവിടെ വേദിയിൽ ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ആറ്റിങ്ങലിൽ, തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ ഒന്ന് ആറ്റിങ്ങലാണ്. അവിടെ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി വരുന്നത് എന്ന് നേരത്തെ തന്നെ ഉറപ്പാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നില്ലെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് 1-നോ അല്ലെങ്കിൽ 29, ഒരുപക്ഷെ 29-നുണ്ടാകും, അല്ലെങ്കിൽ 1-ാം തീയതി. പക്ഷേ അതിനു മുമ്പ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള സൂചന ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തന്നെയാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. ഇന്ന് ഈ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖറും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ ഉണ്ടാകും. ഒരുപക്ഷെ സൂചനയുണ്ടാകാൻ സാധ്യതയുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കളും വേദിയിൽ എത്തുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ പരിപാടിയെ വിലയിരുത്തുന്നത്. തൃശ്ശൂരും ഗുരുവായൂരും ഒപ്പം പിന്നീട് എറണാകുളത്തും റോഡ് ഷോയിൽ വന്ന ജനപങ്കാളിത്തം, ബി.ജെ.പി പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം, അതാണ് ബി.ജെ.പി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളുടെ പ്രതീക്ഷ. ഈ തവണ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തും ഈ രാഷ്ട്രീയ പ്രചാരണത്തിന് എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട.